പാർട്ടി വിളിച്ച് നൽകുന്ന വീടിൻ്റെ തറക്കല്ലിട്ടിട്ട് 100 ദിവസം പിന്നിട്ടു. അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ്? എന്താണ് എന്നത്തേക്ക് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞായിരുന്നു. ഈ മാധ്യമപ്രവർത്തകരുണ്ടല്ലോ, ഭയങ്കര പ്രശ്നമാണ്, വളരെ മോശം. എന്തൊരു മോശം വ്യക്തികളാണ് ഈ മാധ്യമപ്രവർത്തകർ. നോക്കൂ, ഇതിലിപ്പോൾ ബിഗ് ടി വി ഉണ്ട്, 24 ഉണ്ട്, മീഡിയ 1 ഉണ്ട്, പിന്നെന്താ ജയ് ഹിന്ദ്. പഠിച്ചാൽ അങ്ങനത്തെ ഒരു ടി വി ഒക്കെ എപ്പോഴും നിലവിലുണ്ടാ. ആയിക്കോട്ടെ, ജയ് ഹിന്ദ് ടി വി ഉണ്ട്, ന്യൂസ് മലയാളം ഉണ്ട്, അങ്ങനെ ഒരുപാട് ചാനലുകളുണ്ട്. ടി സിദ്ദിഖിനെ കണ്ടാൽ നിങ്ങൾക്ക് വേറൊന്നും ചോദിക്കാനില്ലേ? എനിക്ക് മനസ്സിലാകാൻ പറ്റാൻ ചോദിക്കുക. നിങ്ങൾ ദിവസവും 1 വീതം 3 നേരം എന്ന നിലയ്ക്ക് നിങ്ങൾ വി.ഡി. സതീശൻ മേനോനെ കാണുന്നുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്, പിന്നെ അങ്ങനെ കോൺഗ്രസിലെ ഒട്ടുമിക്ക എല്ലാ മന്ത്രിമാരെയും നിങ്ങൾ കാണുന്നുണ്ട്, ഒട്ടുമിക്ക MLA-മാരെയും ഈ ഒരു മാധ്യമപ്രവർത്തകർ കാണുന്നുണ്ട്. ടി സിദ്ദിഖിനെ കണ്ട അപ്പ ചോദിക്കും വയനാടത്തെ വീട് എവിടെന്ന്. എന്തൊരു മോശമാണെന്ന് ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യന് പുറത്തേക്ക് ഇറങ്ങണ്ടേ? ടി സിദ്ദിഖിന് പുറത്തേക്ക് ഇറങ്ങണ്ടേ? ഈ മാധ്യമപ്രവർത്തകരെ കാണണ്ടേ? കണ്ടപ്പം മുഴുവൻ ചോദിക്കുക വയനാട് വീട്, വയനാട് വീട്, വയനാട് വീട്. പടച്ചോനെ, ഒരു ആപ്പ് ഉണ്ടാക്കേണ്ടി വരുന്നില്ല. 9 ലക്ഷം റുപ്യക്ക് ഒരു ആപ്പ് ഉണ്ടാക്കേണ്ടി വരുന്നില്ല, അതിൽ പൈസ പിരിക്കേണ്ടി വരുന്നില്ല. ഈ ടി സിദ്ദീഖിന്റെ അവസാനം വരെ ഈ ചോദ്യം ഉണ്ടാവും. ഇദ്ദേഹത്തിന് അവസാനം വരെ ഈ ചോദ്യം ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇവരെ മാപ്രകൾ എന്ന് വിളിക്കുന്നത്. എന്തൊരു മോശം പരിപാടി ആലോചിക്കുക. ഇദ്ദേഹത്തിന്റെ കയ്യിലാണോ പണം മുഴുവൻ ഇരിക്കുന്നത്? പിന്നെ എന്തോടാ ചോദിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ കയ്യിലാണോ ആ ഒരു വീട് പണി തുടങ്ങാനുള്ള പ്ലാൻ ഇരിക്കുന്നത്? ആണോ? അല്ലല്ലോ. ഇദ്ദേഹം എന്താണ്, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ സംഘടനയുടെ കേരളത്തിൽ ഒരു വ്യക്തി മാത്രം. വയനാട്ടുകാർക്കാണെങ്കിൽ ടി സിദ്ദിഖിന് ഭയങ്കര ഇഷ്ടം. കഴിഞ്ഞ തവണയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ആ വ്യക്തിയെ ഈ ഒരു കോൺഗ്രസ്സുകാരുടെ വീട് പണിയാമെന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് നാട്ടുകാരിന്ന് ആപ്പ് വെച്ച് പിരിച്ചിട്ട് നാട്ടുകാരെ ആപ്പാക്കി കോൺഗ്രസ്. അതൊക്കെ ശരി, അതൊക്കെ സമ്മതിക്കും. പക്ഷെ ടി സിദ്ദിഖിനെ നിങ്ങൾ വെറുതെ വിടണം. അപേക്ഷയാണ്. നിങ്ങൾ ആദ്യത്തെ വെറുതെ ഈ ചോദ്യം ഇനി ചോദിക്കരുത്. ഇനി വരുന്ന 5 വർഷം ഈ ചോദ്യം ചോദിക്കരുത്. 5 വർഷമൊന്നുമല്ല, ടി സിദ്ദിഖ് എത്ര പ്രായം കഴിഞ്ഞാലും നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചു പോകരുത്. മനസ്സിലാവില്ലേ? എത്ര കാലം കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല. എന്നാലും അതിൽ ഒരൊറ്റ കാര്യമുള്ളൂ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വൈകലുണ്ടായിട്ടുണ്ട്. വൈകലിന് കണ്ട എന്തൊരു സത്യസന്ധൻ. ഇത്രയും സത്യസന്ധനായിട്ടുള്ളൊരു വ്യക്തിയെ നമ്മളെ കണ്ടിട്ട് പച്ചയ്ക്ക് പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വൈകൽ ഉണ്ടായിട്ടുണ്ട്, സത്യമാണ്. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വൈകൽ എന്ന് പറയുന്ന ഒരു വീഴ്ച ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെന്നേ. അത് ഞാൻ തുറന്നു പറയുന്നു. ടി സിദ്ദിഖ് തുറന്നു പറയുകയാണ്. വല്ല മടിയും കാണിച്ചോ? മറ്റുള്ളവരുടെ ബബ്ബയെന്നോ നുണയെന്നോ ഞങ്ങൾ വീടിട്ടു, തറക്കല്ലിട്ട്, വീട് പണി തുടങ്ങി, മേൽക്കൂര, നാളെ വാർപ്പാണ്, ഇങ്ങനത്തെ വർത്തമാനമൊന്നും പറഞ്ഞില്ല. പച്ചയ്ക്ക് പറഞ്ഞു ഞങ്ങളെ ഭാഗത്തുനിന്ന് വൈകൽ സംഭവിച്ചിട്ടുണ്ട്. അടുത്ത് 2 റീസണാണ്. ഒന്ന്, ആദ്യം ഞങ്ങൾക്ക് ഭൂമി കിട്ടാനുള്ള വൈകലുണ്ടായി. 2, ഇതിന്റെ പെർമിഷൻ കിട്ടാനുള്ളതായിരിക്കുന്ന വൈകലുണ്ടായി. ഇതിന്റെ ആലോചിക്കേ, ആദ്യത്തെ വീട് കിട്ടാത്തുള്ള വൈകലാണ് സ്വാഭാവികം. ഇത്രയും ആളുകൾക്ക് 150 പേർക്കൊക്കെ ഒരു വലിയ അത്യാവശ്യം വലിയ സ്ഥലം തന്നെ വേണം, ഒറ്റ സ്ട്രെച്ചിൽ സ്ഥലം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടെ. അപ്പൊ സ്വാഭാവികമായിട്ട് അതൊരു വലിയ വൈകൽ തന്നെയാണ്. അങ്ങനെ ഒരു വലിയ സ്ഥലം കിട്ടാൻ വളരെ പ്രയാസം പെടേണ്ടി വന്നു. രണ്ടാമത്തത് ഇതിന്റെ സാങ്ഷൻ കിട്ടുക എന്നുള്ളതാണ്. പിണറായി വിജയൻ ഗവൺമെന്റ് അല്ലേ, ഇവർക്ക് അനുമതി കൊടുത്തില്ലടോ. കോൺഗ്രസ്സുകാർ വീട് വെക്കണ്ടോ, നിങ്ങൾ കുറച്ച് കുടുങ്ങ് എന്ന് വിചാരിച്ച് പിണറായി വിജയൻ അനുമതി കൊടുത്തൂല. എങ്ങനെയുണ്ട്? പിണറായി വിജയൻ അനുമതി കൊടുക്കാതിരിക്കുന്ന സമയത്തും സിദ്ദിഖ് തന്നെയാണ് അവിടുത്തെ MLA, സിദ്ദിഖ് തന്നെയാണ് അവിടെ ഭരണം. അപ്പോൾ ഒരു MAക്ക് ഇത്രയും കഴിവില്ലേ എന്നൊക്കെ ആൾക്കാർ ചോദിക്കും. ഒരു അനുമതി, ഒരു വീട് വയ്ക്കാനുള്ള ഒരു അനുമതി. ഇനിയിപ്പോൾ അനുമതി അന്നേ പിണറായി വിജയൻ കൊടുത്തില്ല വിചാരിക്കുക, കോൺഗ്രസ്സുകാർക്ക് അതൊരു വലിയ വിഷയമായി കൂടെ. പിണറായി വിജയൻ അനുമതി തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗംഭീര വിഷയമാക്കാൻ കഴിയുമായിരുന്ന വിഷയമല്ലേ. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സംഗതി കൈവിട്ട് പോയി. ഇനി കേൾക്കാം. ഞങ്ങള് ജില്ലാ ടൗൺ പ്ലാനർക്ക് ഇതിന്റെ എല്ലാ ക്രമീകരണവും നടത്തി ഞങ്ങൾ കൊടുത്ത ആപ്ലിക്കേഷന്റെ മേലെ 17 കുറിയിട്ട് ഞങ്ങൾക്ക് അതിന്റെ മറുപടി തന്നു. അതിന്റെ റെക്ടിഫൈ ചെയ്തിട്ടുള്ള 17 കുറിയിട്ടുണ്ട്. എന്താണ് അങ്ങനെ പറഞ്ഞാല്? ഓ തിരുത്തലുകൾ വരുത്തണം എന്നായിരിക്കും. നോട്ടെ. എല്ലാ കാര്യങ്ങളും സ്വീകരിച്ചതായ റിപ്പോർട്ട് അടക്കം റെക്ടിഫൈ ചെയ്ത് ഞങ്ങൾ അതിന്റെ മറുപടി കൊടുത്തു. ആ മറുപടി കൊടുത്തത് കഴിഞ്ഞ ആഴ്ചയാണ്. ആ മറുപടിയുടെ മേലെ
ഇനി ഞങ്ങൾക്ക് ദിവസങ്ങൾക്കകം അതിന്റെ ലേഔട്ട് പെർമിഷൻ കിട്ടും. പെർമിഷൻ ആയി കഴിഞ്ഞാൽ ഇപ്പോ കിണറിന്റെ നിർമ്മാണം ഏകദേശം കഴിഞ്ഞു. ഇനി അതിന് മനസ്സിലായില്ലേ? ഇനി എന്തൊക്കെ ഒരു ലേ ഔട്ടിന്റെ എന്തോ പെർമിഷൻ കിട്ടാനുണ്ട് എന്നാ പറയുന്നത്. അപ്പോ ഇനിയിപ്പോ നിർമ്മാണം കിണറിന്റെ നിർമ്മാണം തുടങ്ങി. സത്യമാണേ. അതിൽ ഇദ്ദേഹത്തെ ആരും ട്രോളാൻ പോവല്ലേ പ്ലീസ്, ദയവ് ചെയ്തിട്ട് അദ്ദേഹത്തെ വെറുതെ വിട്. കിണറിന്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം വലിയ കിണറാണ്. ആ വീട്ടുകാർക്ക് മുഴുവൻ വെള്ളം കിട്ടണ്ടേ, അതിനനുസരിച്ചുള്ളൊരു ഗംഭീര കിണർ തന്നെയാണ്. 150 വീട്ടുകാർക്ക് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സംഗതി തന്നെയാണ്. അത്ര പേർക്കൊക്കെ ആ കിണർ മതിയോ എന്നൊക്കെ ഞാനങ്ങനെ ആലോചിച്ചത്. ഒരു 5 വീട് ഗ്യാപ്പിൽ ഒരു കിണർ വേണം. എന്താ ഇവരെ പദ്ധതി എന്നറിയില്ല. എങ്ങനെയാണ് ഇവരെ ടൗൺ പ്ലാൻ എന്നുള്ള കാര്യത്തിൽ ഒരു പിടുത്തമില്ല കേട്ടോ. ഇനിയിപ്പോൾ LDF ഗവൺമെന്റ് കൊണ്ടുവന്ന ടൗൺ പ്ലാൻ തന്നെയാണോ ഈ UDFും എടുക്കുന്നത്, കോൺഗ്രസ്സുകാർ എടുക്കുന്നത് വെച്ചാൽ നല്ല പ്ലാനാണ്, അടിപൊളി പ്ലാനാണ്. എക്സിക്യൂട്ടീവ് ചെയ്യാൻ കുറച്ച് പൈസ ഒക്കെ ചിലവാകും. എങ്കിലും പെർമിഷൻ ഒരു ദിവസങ്ങൾക്കകം വിത്തിൻ ഡേയ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിർമ്മാണം ആരംഭിക്കും. നിർമ്മാണം നടത്തുന്ന നിർമ്മാൺ ഏജൻസി, കൺസ്ട്രക്ഷൻ സ്ഥാപനം ഈ പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. മനസ്സിലല്ലേ? എത്ര വൃത്തിയായിട്ട് പറഞ്ഞു. നിർമ്മാൺ ഏജൻസി നിങ്ങളൊരു അനുവാദം തന്നാൽ മതി. നമ്മുടെ എന്താ പപ്പിച്ചേട്ടൻ പറഞ്ഞ ആ കുഞ്ഞേ പാറ്റേൺ എടുക്കുക എന്ന് പറഞ്ഞ മാതിരിയാണ്. അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അവിടെ വർക്ക് തുടങ്ങുന്നതാണ്. ഒരു സംശയവും വേണ്ട. ഇനി ഇദ്ദേഹത്തിന്റെ പിന്നാലെ നടക്കുന്ന മാപ്രകൾ ഒഴിവാക്കണം. മാപ്രകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടി സിദ്ദീഖിനെ നന്നായിട്ട് ആക്രമിക്കുന്നുണ്ട്. വയനാട് വീടിന്റെ കാര്യം ടി സിദ്ദീഖിനോട് ചോദിക്കരുത്, അവസാനിപ്പിക്കണം. എന്തെങ്കിലും വർക്ക് തുടങ്ങുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു 10 ദിവസം, ഇതിനു മുമ്പ് ഒരു 15 ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നത്, അത് കഴിഞ്ഞ് നമുക്കൊരു 10 ദിവസം കൂടി കാക്കാം, എന്നിട്ട് വർക്ക് തുടങ്ങുമോ ഇല്ലയോ എന്ന് നോക്കാം. ബൈ.